ശൃംഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എസ് കെ ലോജിസ്റ്റിക്സ്. അത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതുമാണ്. ഇത് ഈ എസ് കെ ലോജിസ്റ്റിക്സിന്റെ തന്നെ വാഹനമാണോ? കാര്യത്തിലൊക്കെ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. ഇത് എസ് കെ ലോജിസ്റ്റിക്സിന്റെ തന്നെ വാഹനമാണോ, അതോ അവരുടെ പേര് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ഇവർ ഈ വാഹനത്തിൽ ഇത്തരം സ്റ്റിക്കറുകൾ പതിച്ചതാണോ എന്നതടക്കമുള്ള വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? ഈ വാഹനത്തിൽ എപ്പോഴാണ് ഈ കാർ കയറ്റിയത് എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതായത് തൃശ്ശൂർ പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യം ഇപ്പോഴും കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോഴും ഈ വാഹനം സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് ഇപ്പോൾ അവിടെ നാമക്കലിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുമാരംപാളയം എന്ന് പറയുന്ന ഇടത്താണ് ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ കണ്ടെയ്നർ ലോറിയും ഈ പിടിയിലായവരും എല്ലാം തന്നെ ഉള്ളത്. ഈ ലോറി തന്നെ മോഷ്ടിച്ചതിന് ശേഷമാണോ ഇത്തരത്തിൽ ഇവർ കൊണ്ടുപോയതെന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണെന്നാണ് തമിഴ്നാട് പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയം മുമ്പാണ്, അതായത് വളരെ കുറച്ച് സമയം മുമ്പാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ഈ സംഘം പിടിയിലായത്. എന്തായാലും ആ സംഘം ഇവിടെ പുലർച്ചെ 2 മണി മുതലാണ് ഈ മോഷണം ആരംഭിച്ചത്. 2 മണിക്ക് ശേഷം 10 മണിക്കുള്ളിൽ തന്നെ അവർ നാമക്കലിലേക്ക് എത്തി എന്നുള്ളതാണ്, അവിടെ പോലീസിൻ്റെ പിടിയിലായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പോകുന്ന വഴിയിലുണ്ടായ അപകടമാണ് ഈ കുറ്റവാളികളെ കുടുക്കിയതെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ നാമക്കലിൽ വെച്ചുണ്ടായ അപകടം, അതാണ് പിന്നീട് ഇവർ വാഹനം നിർത്താതെ പോയി. ആ നിർത്താതെ പോയതോടുകൂടിയാണ് പോലീസിന് സംശയമുണ്ടായത്. അതിനെ പിന്തുടർന്നെത്തിയാണ് പിന്നീട് തമിഴ്നാട് പോലീസ് പിടികൂടിയത്. 3 അപകടത്തിന് ശേഷം നിർത്താതെ പോയ വാഹനം ഇപ്പോൾ ഈ എസ് കെ ലോജിസ്റ്റിക്സ് എന്ന വലിയ ചെയിനുള്ള ഒരു കമ്പനിയാണ്. ഒരുപക്ഷെ അവരുടെ വാഹനം മോഷ്ടിച്ചതാകാമെന്ന സംശയം കൂടി ഷോയ് പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ മോഷ്ടിച്ചെടുത്തതാണെങ്കിൽ അക്കാര്യത്തിന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? ഈ അപകടത്തിന് ശേഷം നിർത്താതെ പോയപ്പോൾ ഈ വാഹനം പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്നു. എങ്ങനെയാണ് ഈ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട സംഘമാണ് എന്നത് മനസ്സിലാകുന്നത്? നേരത്തെ തമിഴ്നാട് പോലീസിന് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? തീർച്ചയായും രാവിലെ നമ്മൾ കമ്മീഷണറുമായി സംസാരിച്ച സമയത്ത്, മാതൃഭൂമി ന്യൂസിനോട് കമ്മീഷണർ സംസാരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ റോഡ് മാർഗം രക്ഷപ്പെട്ടതായി കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായും കൃത്യമായ സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ജില്ലകളായ കോയമ്പത്തൂർ, നീലഗിരി ജില്ലകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അലർട്ട് നൽകിയിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും റോഡിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള സഹായം തമിഴ്നാട് പോലീസിനോടും അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിലാണ് ഇപ്പോൾ ഈ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും ഈ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നതും. കൂടാതെ ഈ കണ്ടെയ്നർ ലോറി ഈ അപകടത്തിന് ശേഷം പോലീസ് പിടിച്ചെടുത്ത ശേഷം ആദ്യം പരിശോധിക്കുകയാണ് ചെയ്തത്. ഈ 6 പേരെയും കസ്റ്റഡിയിലെടുത്ത ശേഷം പരിശോധിക്കുകയാണ് ചെയ്തത്. ആ പരിശോധിച്ച സമയത്ത് അവിടെ നിന്നും ആയുധങ്ങൾ, ഈ ലോറിക്കകത്ത് നിന്നും ഈ മോഷണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടിയാണ് ഇവതൊരു കവർച്ചാ സംഘമാണ് എന്നുള്ള കാര്യത്തിൽ തമിഴ്നാട് പോലീസിനൊരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നത്. പിന്നീട് ഇവരെ വിശദമായ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ തൃശ്ശൂർ ഭാഗത്ത് നിന്നാണ് വന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. ശരി, അങ്ങനെയാണ് ഈ കവർച്ചാ സംഘം പിടിയിലായത്. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇത് ആദ്യമായി മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നതും. നാമക്കലിൽ വെച്ചാണ് ഈ സംഘം വലയിലായത്.